ബേക്കറിനകത്തിരിക്കുന്ന 90% മൈദയാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ്, ടച്ച് ഇറ്റ് ടിൽ ഐ ടെൽ യു. 2, റവ കഴിക്കരുത്. റവ, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ, അതും കഴിക്കാൻ പാടില്ല. റവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം വെച്ചാൽ കണ്ടമാനം ഗ്ലൂക്കോസ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഭയങ്കര ഹൈ അതിനകത്ത്. ഒരു കാരണവശാലും റവ ഉപയോഗിക്കരുത്. 3ാമത്തെ സാധനമാണ് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനം, നമ്മുടെ ഗോതമ്പെന്ന് പറയുന്നത്. ഷുഗർ കേൾക്കുമ്പോഴേ ആൾക്കാർ ഗോതമ്പെന്ന് പറഞ്ഞല്ലേ പോകുന്നത്. ഗോതമ്പ് കഴിക്കാനേ പാടില്ല. ഗോതമ്പ് കഴിച്ചാലുള്ള പ്രശ്നം പറഞ്ഞാൽ ഗോതമ്പിനകത്ത് ഗ്ലൂട്ടൻ എന്നൊരു സാധനമുണ്ട്. ഗ്ലൂട്ടൻ അത് പാങ്ക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കും. പ്ലസ് നമ്മുടെ കാലിന്റെ ഞരമ്പുകളുടെ നാടികളുടെ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻസ് കഴിക്കേണ്ടെന്നാണ് അവർ പറയുന്നത്. നോർത്ത് ഇന്ത്യൻസ് വേണേൽ കഴിക്കാം. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ഗോതമ്പും വേണ്ട, ഗോതമ്പിന്റെ പ്രൊഡക്ട്സ് ഒന്നും വേണ്ട. പിന്നെ എന്ത് കഴിക്കാനും ആദ്യം ഡൗട്ട്ഫുൾ അല്ലേ. അപ്പൊ നമ്മുടെ ചുമല അരി ഉണ്ടല്ലോ, നമ്മുടെ തവിടുള്ള അരി, അതിന്റെ അപ്പം, ദോശ, ഇഡ്ഡലി, പുട്ട്, കൊഴുക്കട്ട, ഇലപ്പൊക്കെ കഴിക്കാം. ദോശയും ഇഡ്ഡലിയും വൈറ്റ് ആയാലും കുഴപ്പമില്ല, അതിനകത്ത് ഉഴുന്ന് ചെയ്യുന്നതുകൊണ്ട്. ബാക്കിയെല്ലാം റെഡ് റൈസ് ആയിരിക്കണം, ചുമന്ന റൈസ്. അതിന്റെ അപ്പം, ദോശ, പുട്ട്, കൊഴുക്കട്ട, ഇലപ്പം അങ്ങനെയൊക്കെ ഉള്ള കഴിക്കാം. അതിനോട് വെജിറ്റബിൾ കറി, അല്ലെ ഫിഷ് കറി, അല്ലെ മുട്ടക്കറി, അല്ലെ ചിക്കൻ കറി, പ്രോട്ടീൻ. ആനിമൽ പ്രോട്ടീൻസ് കഴിക്കാം. പ്ലാന്റ് പ്രോട്ടീനാണ് കുഴപ്പക്കാര്. എന്നിട്ട് രാത്രിയിലും പലഹാരം കഴിക്കാം. ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് മാത്രം ചോറ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് മാത്രം ചോറ്, തോരൻ, അവിയൽ, സാമ്പാർ, മീൻകറി. ഒഴിവാക്കേണ്ട 10 സാധനങ്ങൾ: വറുത്ത സാധനങ്ങൾ, മെഴുക്ക് പുരട്ടി, അച്ചാറ്, പപ്പടം, ഫ്രൈ ചെയ്ത സാധനങ്ങൾ, കക്ക, കൊഞ്ച്, ഞണ്ട്, ബീഫ്. ബീഫ് കഴിക്കുകയും ചെയ്യരുത്. റെഡ് മീറ്റാണ്, ഭയങ്കര ഹൈ കലോറിയാണ്, ഭയങ്കര ഷുഗറി കണ്ടന്റുമാണ്. ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം. വല്ലപ്പോഴും മട്ടനും കഴിക്കാം. പാല് തിളപ്പിച്ചാറ്റി പാടം മാറ്റി ഉപയോഗിക്കാം. തൈരും മോരൊക്കെ ഉപയോഗിക്കാം. കോഫിയും ടീയും ഒക്കെ കഴിക്കാം, മധുരമില്ലാതെ. മുട്ട ഡെയിലി 2 എണ്ണം കഴിക്കാം. അതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. മഞ്ഞക്കരുവിനകത്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് NCEP, നാഷണൽ കൊളസ്ട്രോൾ എറഡിക്കേഷൻ പ്രോഗ്രാം ഗൈഡൻസ് അനുസരിച്ച് മുട്ടയ്ക്കകത്ത് കൊളസ്ട്രോൾ ഇല്ല. അപ്പൊ മഞ്ഞക്കരു ഉൾപ്പെടെയുള്ള 2 മുട്ട ഒരു പ്രമേഹ രോഗിക്ക് ഡെയിലി കഴിക്കാം. 2 എണ്ണം കഴിക്കാം. അത് കോഴിന്റെയോ താറാവിന്റെയോ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഏതിന്റെ ആണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. 2 എണ്ണം കഴിക്കാം. ഇനി കഴിക്കാൻ ഒക്കുന്ന ഫ്രൂട്ട്സ്: പാളയംകുടംപഴം, റോബസ്റ്റാപ്പഴം, ആപ്പിള്, പേരയ്ക്ക, ഓമിക്ക, മാതള നാരങ്ങ. ഇത്തരം ഫ്രൂട്ട്സ് നമുക്ക് 1ഓ 2ഓ ഡെയിലി കഴിക്കാം. ഇനി കഴിക്കാൻ ഒക്കാത്തത് ഏത്തപ്പഴം, മുന്തിരി, ഓറഞ്ച്, കടച്ചിക്ക, മാമ്പഴം, ചക്കപ്പഴം, തണ്ണിമത്തൻ കഴിക്കാൻ പാടില്ല. കാച്ചില, ചേന, ചേമ്പൊക്കെ അവിയലിനകത്ത് സാമ്പാറിനകത്ത് ഇട്ട് കഴിക്കുക. അത് മാത്രമായിട്ട് പുഴുങ്ങി തിന്നരുത്. കപ്പ, ചീനി എന്ന് പറഞ്ഞ സാധനം തൊടരുത്. ഒരു പ്രാവശ്യം തൊട്ടാൽ 10,000 ഇൻസുലിൻ ഉണ്ടാകുന്ന കോശങ്ങൾ നഷ്ടപ്പെടും. കേട്ടല്ലോ. ഇതാണ് നാഷണൽ ഡയബറ്റിക് അസോസിയേഷൻ കേരളത്തിലെ പ്രമേഹ രോഗികൾക്ക് പറഞ്ഞിരിക്കുന്ന ഭക്ഷണക്രമം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പകുതി കൂടുതൽ ഷുഗർ എല്ലാം കൺട്രോൾ ആവും. ഗുളിക 4-1 മതി നമുക്ക്.